പ്രേത ആന വർഷങ്ങൾക്കു ശേഷം സെനഗലിലെ അപൂർവ ഒറ്റയാൻ ക്യാമറയിൽ പതിഞ്ഞു. സെനഗലിലെ പ്രശസ്തമായ നിയോകോലോകോബ നാഷണൽ പാർക്ക് സവിശേഷമായ മൃഗസമ്പത്തിനാൽ പ്രശസ്തമാണ്. ഇവിടെയുള്ള ഒരു ജീവി സാധാരണഗതിയിൽ വെളിപ്പെടാറില്ലായിരുന്നു. ഒരു നിഗൂഢതയായി എല്ലായ്പ്പോഴും ഈ ഒറ്റയാൻ നിലയുന്നു. ഇവനെ കാണാൻ കിട്ടാറില്ലാത്തതിനാൽ പ്രേത ആന എന്ന വിളിപ്പേരും ഈ ആനയ്ക്ക് വന്നു. ഇപ്പോൾ വർഷങ്ങൾക്കു ശേഷം അവനെ പാർക്കിലെ ക്യാമറ കണ്ണുകളിൽ ഈ ഒറ്റയാൻ പതിഞ്ഞിരിക്കുകയാണ്. ഒസ്മാന എന്നാണ് ഈ കൊമ്പൻ്റെ പേര്. ആഫ്രിക്കൻ ആനകളിൽ തന്നെ ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ ജീവി. 70കളിൽ 450ഓളം ആഫ്രിക്കൻ ആനകൾ ഉണ്ടായിരുന്ന ഈ പാർക്കിൽ ഇന്ന് ഒസ്മാന ഉൾപ്പെടെ 5-10 ആനകൾ മാത്രമാണ് താമസം. ആഫ്രിക്കൻ ആനകളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നുണ്ടെന്ന് ഇടയ്ക്ക് US-ലെ കൊളറാഡോ സർവകലാശാലയിലെ ഗവേഷകർ പഠനം നടത്തിയിരുന്നു. കാര്യം ആനകളാണെങ്കിലും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും വിവിധ സ്പീഷീസുകളിൽ മാത്രമല്ല വിവിധ ജനുസുകളിലും പെട്ട മൃഗങ്ങളാണ്. സഹാറയ്ക്ക് തെക്കുള്ള ഭാഗങ്ങളിൽ പൊതുവെ ആഫ്രിക്കൻ ആനകൾ കാണപ്പെടുന്നു. 7000 കിലോ വരെ ഭാരവും 3.5 മീറ്റർ പൊക്കവുമൊക്കെ ശരാശരി ആഫ്രിക്കൻ ആനകൾക്കുണ്ട്. ബുഷ് എലിഫൻ്റ്, ഡെസേർട്ട് എലിഫൻ്റ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫൻ്റ് എന്നീ വിഭാഗങ്ങളിൽ ആഫ്രിക്കൻ ആനകൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റിയ സവിശേഷതകൾ ഡെസേർട്ട് എലിഫൻ്റുകൾക്കുണ്ട്. വിശാലമായ പുൽമേടുകളാണ് ബുഷ് എലിഫൻ്റുകളുടെ ആവാസ വ്യവസ്ഥ. ഫോറസ്റ്റ് എലിഫൻ്റ് പേര് സൂചിപ്പിക്കും പോലെ തന്നെ നിബിഡ വനങ്ങളിലും താമസിക്കുന്നു. സ്റ്റേ ട്യൂൺ. ഇതുപോലുള്ള വീഡിയോസിനും കൗതുകം നിറഞ്ഞ വാർത്തകൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യൂ, ചാനൽ ലൈക്ക് ചെയ്യൂ.